സ്വാഗതം. സയന ടാരക്കാട് വായനയിലേക്ക് ഹാർദമായ സ്വാഗതം. എന്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉടനെ അനുഭവവേദ്യമാകാൻ പോകുന്നത് എന്നാണ് ഞാൻ ഈ കാർഡുകളോട് ചോദിക്കുന്നത്. അപ്പോൾ എന്ത് സന്ദേശമാണ് ഏഞ്ചൽസ് പറയുന്നത് നോക്കാം. നമുക്ക് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് കറണ്ട് സിറ്റുവേഷനും ഉടനെ നമുക്ക് ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അനുഭവവേദ്യമാകുന്ന നോക്കാം. എന്താണ് ആദ്യത്തെ സന്ദേശം നമുക്ക് നോക്കാം. ഈ കാർഡ് എന്ന് പറയുന്നത് ഫേം ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. ഫേം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 4 എന്ന് പറയുന്നത് ഈ കാർഡ് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നതാണ് നമ്മൾ പറയുക. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫയർ എന്ന് പറയുന്നതുമാണ്. അപ്പോൾ നമ്മുടെ പാഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര വലുതല്ല, പക്ഷേ അൾട്ടിമേറ്റ്ലി ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു തൊഴിലന്വേഷിക്കുക, നമ്മളൊരു പരീക്ഷ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വരിക. അതേപോലെ നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് പോസിറ്റീവ് കസ്റ്റമറെ കിട്ടുക എന്ന് പറയുന്ന രീതിക്കുള്ള ആരോഗ്യപരമായിട്ടാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു ഫസ്റ്റ് മാറ്റം ഫീൽ ചെയ്യുക. അപ്പോൾ ഒരു പോസിറ്റീവ് ഡയറക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് പറയുന്ന ആത്മവിശ്വാസം നമുക്ക് അടുത്ത് തന്നെ വരുന്നതാണ് ഈ കാർഡ് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഫ്യൂച്ചറിൽ എന്താണ് വരുന്നത് ചോദിച്ചപ്പോൾ നമുക്ക് എന്ത് കാർഡാണ് വന്നിരിക്കുന്നത്? നമുക്ക് വന്നിരിക്കുന്നത് ട്രയംഫ് ആൻഡ് സക്സസ് എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ നമ്മൾ കണ്ടറിയാം എയ്സ് ഓഫ് സോഡ് എന്ന് പറയുന്ന കാർഡാണ്. കാർഡ് വിജയം എന്നുള്ളൊരു കാർഡാണ്. അത് നമ്പർ 1 എന്ന് പറയുമ്പോൾ ഒരു വിജയത്തിൻ്റെ തുടക്കം എന്നുള്ളതാണ്. ഇത് ഒരു ഭയങ്കര വിജയമല്ല, പക്ഷേ ആ ഒരു ഡയറക്ഷനിൽ നമുക്ക് ആദ്യത്തെ ഒരു മൈൽ സ്റ്റോൺ ക്ലാരിറ്റി ഒക്കെ കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് താങ്കളുടെ ഏഞ്ചൽസ് പറയുന്ന സംഭവം ഇതാണ്. ചെറിയൊരു മാനിഫെസ്റ്റേഷൻ, അതോടുകൂടി കൂടുതൽ ക്ലാരിറ്റിയിലേക്ക്, വ്യക്തതയിലേക്ക് താങ്കൾ പോകുന്നു എന്നാണ് പറയുന്നത്. വ്യക്തത കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വയം തീരുമാനിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു.